ഫാത്തിമ ഈസ് മിസ്സിംഗ്. ടൗണിന്റെ ആകെ പുതിയ തലവേദന ഫാത്തിമയെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ടാബീത്തയുടെ പുതിയ പ്രശ്നം വിക്ടറെ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായ വിഷൻ, അതും വിക്ടറുടെ അമ്മ മിറണ്ടയുടെ ലാസ്റ്റ് മൊമെന്റ്സ്. ജിമ്മിനോട് റാൻഡൽ പറഞ്ഞ ഒരു ഡയലോഗ്, അത് മണ്ടയ്ക്കുള്ള ഓഡിറ്റേർക്ക്. നമ്മൾ ആരും ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകാൻ പോണില്ല. ബോയ്ഡ് കെന്നിയുമൊത്ത് ഫാത്തിമയുടെ മിസ്സിങ്ങിന്റെ ഒരു വിശദീകരണം നടത്തുകയാണ് ഷെരീഫ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട്. ബോയ്ഡ് ഒരു ബൈൻഡ് കീറി അതിൽ തന്റെ ഭാവനയിൽ ടൗൺ പ്രദേശത്തിന്റെ മാപ്പ് വരച്ചുകൊണ്ട് ഫാത്തിമയെ അവസാനമായി ഞങ്ങൾ, അതായത് താനും എല്ലിസും കണ്ടത് കാട്ടിലെ കുടിലാണെന്നും നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും വളരെ മാറി മറ്റു സ്ഥലങ്ങളിലാണെന്നും ഒരഭിപ്രായത്തിലെത്തുമ്പോൾ എന്തായിരുന്നു അവൾക്ക് കുടിലേക്ക് പോകാനുള്ള കാരണമെന്ന കെന്നിയുടെ സംശയമാർന്ന ചോദ്യം കേട്ട് ബോയ്ഡ് പരങ്ങി നിൽക്കുമ്പോൾ അവിടേക്ക് എല്ലിസ് എത്തുന്നു. സന്ദേഹമുഖത്തോടെ നേരെ ഇരുവരുടെയും മുന്നിൽ വന്നു നിന്നുകൊണ്ട്, എനിക്ക് തോന്നുന്നു എൽജിൻ അറിയാമെന്ന് ഫാത്തിമ എവിടെയുണ്ടെന്നത്. മുൻപ് എൽജിനുമൊത്ത തടാകത്തിനരിൽ നിന്നുള്ള സംസാരത്തിൽ എല്ലിസിൽ അവനോട് സംശയം ജനിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ സംശയം ഇവിടെ അച്ഛനോട് വന്ന് പറയുമ്പോൾ റൂട്ട് സെല്ലറിലെ രഹസ്യ അണ്ടർഗ്രൗണ്ട് വാതിലുള്ള മുറിയിൽ അതിനു മുമ്പിലായി ഫാത്തിമ വളരെ ആവശ്യമായിരിക്കുന്നു. കാലിൽ സോക്സൊക്കെ ഇട്ട് എൽജിൻ കൊടുത്ത ഡ്രസ്സും ധരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് നടന്ന് കട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കലശലായ വേദനയുണ്ടാകുന്നു വയറ്റിൽ. വീണ്ടും വയർ പൂർണ്ണ ഗർഭാവസ്ഥയിലായി കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ വേദന കൊണ്ട് വയർ നോക്കുമ്പോൾ അതിൽ അനക്കവും ചവിട്ടിലും. വളരെ വ്യക്തമായി തന്നെ കാണാം അതൊരു സാധാരണ കുട്ടിയുടെ മൂവ്മെൻ്റ് അല്ലെന്നത്. ഫാത്തിമ വേദന കൊണ്ട് പുളഞ്ഞലറിക്കരയുകയാണ്. വേറെ എന്തു ചെയ്യാൻ? മാസങ്ങൾക്ക് മുന്നേ വരെ ഗർഭം ധരിക്കുക എന്ന ഭാഗ്യം ദൈവം നൽകാത്തത് മൂലം അതേപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നപ്പോൾ ദിവസങ്ങൾ കൊണ്ട് നിറവയറായതോടുകൂടെ ഇനി എന്ത് ചെയ്യണമെന്നും പാവത്തിന് വശമില്ല. എൽജിൻ തന്നോട് ഫാത്തിമയെപ്പറ്റി അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായി തന്നെ ഉണ്ടാകുമെന്നും അവളെ കാണാതായതിന് എന്തെങ്കിലും ഒരു നല്ല കാരണമുണ്ടാകുമെന്നും നമ്മളാരും പേടിക്കേണ്ടെന്നും വളരെ ശാന്തമായും വേവലാതി ഒട്ടുമില്ലാതെയും പറയുന്നത് കേട്ടുണ്ടായ എല്ലീസിന്റെ സംശയത്തിൽ ആരെങ്കിലും അവനോട് അതേപ്പറ്റി ശരിയായ രീതിയിൽ ചോദിച്ചറിയണമെന്നും കോളനി ഹൗസിൽ ഉണ്ടെന്നും പറയുമ്പോൾ ബോയ്ഡ് തന്റെ കൈകളിലെ ചെറുവിരലുകളെ മാക്സിമം അടക്കി നിർത്തി കെന്നിയും എല്ലിസും അങ്ങോട്ടേക്ക് പൊയ്ക്കോ, ഞാൻ അങ്ങ് എത്താമെന്ന് പറഞ്ഞ് മറ്റൊരു വഴിക്കും തിരിക്കുമ്പോൾ തിരച്ചിൽ കഴിഞ്ഞ് ഫാത്തിമയെ കിട്ടിക്കാണുമോ എന്ന് ചോദിച്ച് തിരിച്ച് വീടിനടുക്കലേക്ക് എത്തുന്ന ഈദനും ജിമ്മും കാണുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിക്ടറെ. എന്താ നിങ്ങളിവിടെ എന്ന് ഈദൻ ചോദിക്കുമ്പോൾ, ഈദൻ നിന്റെ അമ്മ മറഞ്ഞു വേണമെന്ന് പറയുന്നത് കേട്ട് ജിം ഈദനെ കൂട്ടാതെ വീട്ടിനുള്ളിലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ ടാബീത്ത തലയിൽ കൈയും വെച്ച് അസ്വസ്ഥമായിരിക്കുന്നു. കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന പ്രസന്റ് ജൂലിയും. എന്താ പറ്റിയെന്ന് ജിം തിരക്കുമ്പോൾ പുറത്ത് ഈദനോട് താൻ വെള്ളക്കുപ്പായമിട്ട ബാലനെ വീണ്ടും കണ്ടതായും അവനോട് സഹായം ചോദിച്ചപ്പോൾ അവൻ തിരികെ നടന്നുപോയെന്നും വിക്ടർ പറഞ്ഞു നിൽക്കുമ്പോൾ ജൂലി പുറത്തേക്ക് വന്ന് അച്ഛനും അമ്മയും സംസാരിക്കട്ടെ എന്നും എനിക്ക് വിശക്കുന്നു, നമുക്ക് ഡൈനറിലേക്ക് പോകാമെന്നും ഈദനെ വിളിക്കുമ്പോൾ ഞാൻ വരണോ എന്ന് വിക്ടറോട് ചോദിച്ച് വേണ്ടെന്ന് മറുപടി കേട്ട് ജൂലിക്കൊപ്പം പോകുന്നു. വീട്ടിൽ ഇതേ സമയം തനിക്കുണ്ടായ സംഭവം ജിമ്മിനോടായി ടാബീത്ത പങ്കുവയ്ക്കുന്നു. തന്റെ വിഷനിൽ വരുന്ന ആ കൊച്ചുകുട്ടികളിൽ ഒരാൾ തന്നെ റൂട്ട് സെല്ലറിനടുത്ത് എത്തിച്ചെന്നും അതിനുള്ളിൽ ചെന്നപ്പോൾ വിക്ടറെ കണ്ടപ്പോൾ അപ്സെറ്റ് ആയിരുന്നെന്നും അവൻ അന്ന് മിറാണ്ട വിക്ടറെയും എലോയ്സിനെയും അവിടെ നിർത്തിയിട്ട് പോയതിനെ കുറിച്ചുള്ള എന്തോ ഓർമ്മ മനസ്സിലേക്ക് വന്ന് അങ്ങനെ നിൽക്കുന്നത് കണ്ട് കെട്ടിപ്പിടിച്ചു. ഉടൻ എന്തോ ഒരു ഫീലിംഗ്. മിറാണ്ട ആ സമയം അവിടെ ഉള്ളതുപോലെ തോന്നി. എങ്ങനെ വ്യക്തമാക്കണമെന്നറിയില്ല, പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടു. അവർ ആ റൂമിൽ തന്നെ ഉള്ളതായി ഫീൽ ചെയ്തു. പിന്നീട് അവർ അന്ന് ആ ബോട്ടിൽ ട്രീക്ക് അടുത്ത് വെച്ച് നടന്ന സംഭവങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇതൊരു വിഷനാണോ എന്ന് ജിം ചോദിക്കുമ്പോൾ വിഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനുമുപരി എന്തോ ഒന്ന്. എങ്ങനെയോ മിറാണ്ട ഉണ്ടായിരുന്നു അവിടെ. അവരെന്നോടെന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കേൾക്കുന്ന ജിം എത്തുന്നത് കുപ്പിക്കുള്ളിലെ നമ്പറുകളെല്ലാം കുത്തിക്കുറിച്ച് ഈ സീസൺ തീരുന്നതിന് മുൻപെങ്കിലും അതിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ഹെവിയായി കട്ടയടിക്കുന്ന ജെയ്ഡിനടുത്തേക്ക്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിലെ ചുരുക്കിലിരിക്കുന്ന ജെയ്ഡിനോട് തന്റെ ആ പെരുമാറ്റത്തിൽ ക്ഷമ ചോദിക്കുകയാണെന്നും തനിക്കുള്ളിൽ കുടുംബത്തിന് അപകടമൊന്നും വരരുതേ എന്നുള്ള പേടിയാണെന്നും എനിക്ക് എങ്ങനെ അവരെ സഹായിക്കണമെന്നറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു എന്നും ജിം പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന അതേ ബാർ വീട്ടിൽ വെച്ച് ഹെൻറിയും ജെയ്ഡും തന്നോട് പറഞ്ഞ വാക്കുകൾ തന്നെയാണത്. ജെയ്ഡ് ഈ വാക്കുകൾ കേട്ടൊന്ന് അയയുമ്പോൾ ചർച്ചിലിരിക്കുന്ന സേറയ്ക്കടുത്തേക്കാണ് ബോയ്ഡ് ഇരുവരെയും കോളനി ഹൗസിലേക്ക് പറഞ്ഞയച്ചിട്ടെത്തുന്നത്. പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങളുമായി കയറി വന്ന് നീ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നും അത്യാവശ്യമായി കോളനി ഹൗസിലേക്ക് വന്നേ തീരുവെന്നും പറഞ്ഞ് സേറയുമായി പോകും വഴിയിൽ ബോയ്ഡ് എൽജിനിൽ സംശയാസ്പദമായ രീതി എല്ലിസ് കണ്ടെത്തിയെന്നും അവൻ അടുപ്പമുണ്ടായിരുന്ന ടില്ലിയുടെ മരണത്തോടെ ചെക്കൻ കുറച്ച് ദുഃഖത്തിലാണെന്നും പ്ലസ് അവൻ പറയുന്നത് ഫാത്തിമയും കുഞ്ഞും നമ്മളെല്ലാം വീട്ടിലേക്ക് തിരികെ പോകാനുള്ള ഒരു വഴിയാണെന്നും എല്ലിസിനോട് പറഞ്ഞതായി പറയുമ്പോൾ സേറ ഒന്ന് നിൽക്കുന്നു. കാരണം ഇത് സേറ മുമ്പൊരിക്കൽ കേട്ട വാക്കാണ്, അതും സ്വന്തം വായിൽ നിന്ന് തന്നെ. ഈദനെ കൊന്നാൽ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ തൻ്റെ ഉള്ള എന്തോ ഒരു ശക്തി സേറെ അറിയിച്ചതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. പക്ഷേ സേറയ്ക്കുള്ളിലെ ശക്തി എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഒരു പിടിയുമില്ല. താൻ എന്ത് ചെയ്യണമെന്ന് സേറ വാചാലപ്പെടുമ്പോൾ അവരുമായി സംസാരിച്ച് ഏതെങ്കിലും വിധേന ഇവിടെ നിന്നും നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതിനല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞുകൊണ്ട് കോളനി ഹൗസിനടുത്തെത്തി നിൽക്കുമ്പോൾ ഡോണ ധൃതിയിൽ കഥക് തുറന്ന് വന്നുകൊണ്ട് ഇവിടെ എന്താ ബോയ്ഡ് നടക്കുന്നത്? എല്ലിസും കെന്നിയും വന്നു കയറി എൽജിനെ പുറത്തേക്ക് വിടില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നതായി ചോദിക്കുമ്പോൾ അക്കോസ്റ്റ് എവിടെയുണ്ടോ എന്ന് അന്വേഷിച്ച് ഇല്ല എന്ന മറുപടി ലഭിക്കുമ്പോൾ വീട്ടിൽ നിലവിലുള്ള മറ്റെല്ലാവരെയും പുറത്തിറക്കാൻ ആവശ്യപ്പെടുന്നു.
ജെയ്ഡിനെ കൂട്ടി വീട്ടിലേക്കെത്തി ജിം ടാബീത്തയോട് അതേപ്പറ്റി മനസ്സ് തുറക്കാൻ പറയുമ്പോൾ മിറാണ്ട മരത്തിന് തൊട്ടടുത്ത് വരെ എത്തിയതായിരുന്നുവെന്നും എന്നാൽ ആ സമയം തന്നെ ഒരു മോൺസ്റ്റർ അവിടെ വന്നു നിന്നുകൊണ്ട് ചിരിക്കുകയായിരുന്നുവെന്നും പറയുന്നു നമ്മുടെ സ്മൈലി. ഇടയ്ക്കിടയ്ക്ക് വിഷൻസ് വരാറുള്ള നിനക്കും ഇതുപോലെ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ജിമ്മിന്റെ ശങ്കയ്ക്ക് ജെയ്ഡ് മറുപടി നൽകുന്നത് വിഷൻസ് വരുന്നെങ്കിലും അത് ഇവിടവുമായി ബന്ധപ്പെട്ടതല്ല, ഒരു ബന്ധവുമില്ലാത്ത സിവിൽ വാർ സമയത്തെ പട്ടാളക്കാരനൊക്കെയാണെന്ന് പങ്കുവച്ചിട്ട് ടാബിയോട് നിങ്ങൾക്ക് തോന്നിയത് മിറാണ്ട എന്തോ പറയാൻ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. ജിമ്മിനെ ഒന്ന് നോക്കിയിട്ട് താൻ വീണ്ടും ഒന്നും തുടങ്ങുന്നില്ലെന്ന രീതിയിൽ ജെയ്ഡിനോട് ചിലപ്പോൾ അതിന്റെ പൊട്ട മനസ്സിൽ തോന്നിയതാകാമെന്ന് തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ ജെയ്ഡ് ആകട്ടെ ഇവിടെ ഇനിയും അങ്ങനെ കരുതി തള്ളിക്കളഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ശേഷം ഒരു കിറുക്ക ചിരി ചിരിച്ചിട്ട് ഓക്കെ, തെർമോഡൈനാമിക്സിലെ ആദ്യ നിയമം എന്നുള്ളത് എനർജി, ഊർജം, അതിനെ രൂപപ്പെടുത്താനും സാധിക്കില്ല, അതുപോലെ തന്നെ നശിപ്പിക്കാനും. ഒന്നിൽ നിന്ന് മറ്റൊന്നായി അത് മാറിക്കൊണ്ടിരിക്കത്തേയുള്ളൂ. ആൻഡ് നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, പിന്നെ ആത്മാവ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു എനർജിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ആ ഊർജം എനിക്കറിയില്ല, ആ ഊർജം ചിലപ്പോൾ ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് നിങ്ങളെ ആ നിലവറയ്ക്കടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ ആങ്കുകുട്ടി ആയിരിക്കാം ഇതെല്ലാം നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചതും എവിടെ വെച്ചാണ് ആ കുട്ടിയെ കണ്ടതെന്നും ടാബിയോട് ചോദിക്കുന്നു. വിക്ടറുടെ രഹസ്യ സങ്കേതത്തിനടുത്ത് വെച്ച്. ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജിമ്മും. എൽജിൻ അങ്ങനെ കുട്ടപ്പനായി ബാഗും ഒക്കെ തൂക്കി പുറത്തേക്ക് പോകാനായി പടിയിറങ്ങുമ്പോൾ എതിരെ ബോയ്ഡും ഡോണയും പിറകെ സേറയും വന്നു നിന്ന് തങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും മുറിയിലേക്ക് പോകാമെന്നും പറഞ്ഞ് ബാഗൊക്കെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഈശ്വര പെട്ടോ എന്ന രീതിയിൽ ഇളിച്ചുകൊണ്ട് പിറകെ പോകുന്നു. മുറിയിൽ കയറി എല്ലീസും ഡോണയും സേറയും ഒക്കെ നിൽക്കുന്നതും കെന്നി കഥകടയ്ക്കുന്നതുമൊക്കെ ചെറിയ പേടിയോടെ നോക്കി നിൽക്കുന്ന എൽജിനെ കസേരയിലിരുത്തി കെന്നിയോട് പുറത്താരെങ്കിലും വരുന്നോ എന്ന് നോക്കാമോ എന്ന് ബോയ്ഡ് കെന്നിയെ പുറത്തേക്ക് നിർത്തുന്നു. കാരണം അവിടെ നിൽക്കുന്നവരിൽ കെന്നിക്ക് മാത്രമാണ് ഫാത്തിമയെക്കുറിച്ചോ ഫാത്തിമയുടെ ചെയ്തിയെക്കുറിച്ചോ അറിവില്ലാത്തത്. ഫാത്തിമ ചെയ്തത് അബദ്ധത്തിലെങ്ങാനും എല്ലിസോ ഡോണയോ പറഞ്ഞാൽ അത് കെന്നി അറിയും. അറിഞ്ഞാൽ അത് ഡീൽ ചെയ്യേണ്ട അടുത്ത പ്രശ്നവും. അതുകൊണ്ട് കെന്നിയെ പുറത്തു നിർത്തി ബോയ്ഡ് ബാഗ് തുറന്ന് പരതി അതിൽ നിന്നും പോളറോഡ് ക്യാമറയൊക്കെ എടുത്ത് നോക്കി എൽജിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആവശ്യപ്പെടുകയാണ്. അവർ, അതായത് ആ കിമോണോ സ്ത്രീ ആരോടും ഒന്നും വെളിവാക്കരുതെന്ന് തന്നോട് പറഞ്ഞതായും നിങ്ങൾക്കെല്ലാവർക്കും ഫാത്തിമ എത്ര പ്രിയപ്പെട്ടതാണെന്നറിയാം. മാത്രമല്ല അമ്മയുടെ മരണത്തിനു ശേഷം വീണ്ടും ഒരവസ്ഥ വരുമ്പോൾ എല്ലിസ് നിങ്ങൾ കടന്നു പോകുന്ന യാതനകളെക്കുറിച്ച് ചിന്തിച്ച് നോക്കാൻ കൂടി കഴിയില്ല. പക്ഷേ താൻ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്, ആരെയും വേദനിപ്പിക്കാനല്ല. എന്നും ഇത് നല്ലതിനു വേണ്ടിയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് എൽജിൻ പറയാതെ പറയുമ്പോൾ ആരാണ് നീ പറഞ്ഞ അവർ എന്ന ഡോണയുടെ ചോദ്യത്തിന് പറയുന്നത് ഉന്മത്തായി തോന്നുമെങ്കിലും അവർ ഒരു മാലാകയെ പോലെയാണ് എനിക്ക് തോന്നുന്നതെന്നും ബൈബിളിലെ പോലെ പരസ്പരം വിശ്വസിക്കാതിരിക്കുമ്പോഴുള്ള പോലത്തെ ഏക ആശ്രയമാണതെന്നും എന്തായാലും ഫാത്തിമയും കുട്ടിയും നമ്മളെ രക്ഷിക്കാനാണ് പോകുന്നത് എന്ന് എൽജിന്റെ മറുപടിയും. ബോയ് എടുത്ത് കേട്ട് ഇല്ല എന്ന് തലയാട്ടിക്കൊണ്ട് ഫാത്തിമയിൽ കുഞ്ഞില്ലെന്നും അൾട്രാസൗണ്ടിലൂടെ ക്രിസ്റ്റിയും മരിയലും അത് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അവളുടെ വയറ്റിൽ വളരുന്നത് എന്തായാലും കുഞ്ഞല്ല, അത് നമുക്ക് നല്ലതുമല്ല, അത് അവളെ കൊണ്ട് ചെയ്യിച്ചതല്ല നമ്മൾ കണ്ടതല്ലേ എന്ന് മനസ്സ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും എൽജിൻ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, അവരെന്നോടെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആര്, നിന്റെ മാലാകയോ? അതെ. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സേറ എൽജിനെ വിളിച്ചുകൊണ്ട് നമ്മൾ ആദ്യം കണ്ടപ്പോൾ താൻ പറഞ്ഞ തന്റെ സഹോദരനെ കൊല്ലേണ്ട അവസ്ഥയുണ്ടായതും ഇതുപോലൊരു ശബ്ദത്തിന്റെ കൽപ്പനകളായിരുന്നുവെന്നും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു കൊച്ചുകുട്ടിയെ വരെ കൊല്ലാൻ നിർബന്ധിച്ചെന്നും ഈ സ്ഥലം നമുക്കൊന്നും തരാൻ പോകുന്നില്ല, ഉള്ളതെടുക്കുകയുള്ളൂ എന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും എൽജിൻ രണ്ടും കൽപ്പിച്ചു തന്നെ. പക്ഷേ ഇതങ്ങനെയല്ല, ഇവിടെ ആരും മരിക്കുന്നില്ലല്ലോ, ഫാത്തിമയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഇത് പറയുമ്പോൾ ചോര തിളച്ചു കയറുന്നത് ഫാത്തിമയുടെ ഭർത്താവിന് തന്നെയാണ്. ഫാത്തിമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നിനക്കൊരിക്കലും അറിയില്ലെന്ന് പറയുമ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്കൻഡിൽ വീട്ടിലെത്തും എന്ന് എൽജിൻ. മോനടാ, ഇപ്പോൾ നീ പറയുന്നത് ശരിയാണെങ്കിൽ കൂടെ ഫാത്തിമ ജന്മം നൽകാൻ ഇനി മാസങ്ങൾ പിടിക്കില്ലേ? അത്രയും നാൾ എന്തിനൊളിപ്പിച്ച് നിർത്തണം? വേണ്ട, മാസങ്ങളൊന്നും വേണ്ട, അത് വലുതായിട്ടുണ്ട്. ഫാത്തിമയുടെ വയറൊന്ന് കാണണം. ഇത് കേട്ടപാടെ കള്ള പന്നി, എവിടാ ഫാത്തിമ എന്ന് എലിസ് കുത്തിനി കയറി പിടിച്ചൊരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ പിടിച്ചുമാറ്റി എലിജിനൊഴികെ എല്ലാവരും പുറത്തേക്കിറങ്ങി നിന്ന് സമാധാനിപ്പിക്കുന്നു. ഫാത്തിമയുടെ വയർ വലുതായെന്നുള്ളത് സത്യമാണെന്ന് ഡോണെ അമ്പരിക്കുമ്പോൾ വീണ്ടും അവനിട്ട് രണ്ട് കൊടുക്കട്ടെ എന്ന് എലിസ് ഒരുങ്ങാൻ നേരം എലിജിന് ഒരിക്കലും ഫാത്തിമ എവിടാന്ന് പറയാൻ പോകുന്നില്ലെന്ന് സേറ തന്റെ അനുഭവം വെച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ സ്ഥലം ഒരാളെ എങ്ങനെ മെരുക്കിയെടുക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരെയും രക്ഷിക്കാനുള്ള കാര്യമാണ് അവൻ ചെയ്യുന്നതെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും അത് പറയാൻ പോണില്ല. എല്ലാവരും ഇത് കേട്ട് കുറച്ചു നേരം നിന്ന ശേഷം ടൂൾസ് ഒക്കെ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് ബോയ്ഡ് ഡോണയോട് തിരക്കുന്നു. അബദ്ധമൊന്നും കാണിക്കരുതെന്ന രീതിയിൽ കെന്നി നിൽക്കുമ്പോൾ നീ ഡോറിനടുത്ത് തന്നെ ഉണ്ടാവണമെന്നും ആരും ഉള്ളിലേക്ക് കയറരുത് എല്ലിസിനെ നോക്കിയും താക്കീത് കൊടുത്തിട്ട് ആയുധങ്ങൾ ഷെഡിലുണ്ടെന്ന് പറയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഏകനായി കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടിലിരിക്കുന്ന വിക്ടറിന് അടുക്കലേക്ക് എത്തി ഹെൻറി ജാസ്പറുമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയായെന്ന് തിരക്കുമ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നുവെന്നും അത് വെറും ഒരു പാവയാണെന്നുമുള്ള മറുപടി കേട്ട് നിന്നെ വേണ്ട രീതിയിൽ സഹായിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ടെന്നും അതിലൊരു എക്സ്ക്യൂസും ഇല്ലെന്നും പറഞ്ഞ് ഹെൻറി അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ എനിക്ക് താങ്കളെ ഒരു കാര്യം കാട്ടണമെന്നും അത് കണ്ടാൽ നല്ല ദേഷ്യം വരുമെന്നും എന്നോട് വെറുപ്പ് തോന്നുമെന്നും അത് കാണിച്ചു കഴിയുമ്പോൾ ഒരു തീരുമാനമുണ്ടാകുമെന്നും അശാന്തി സൃഷ്ടിച്ച് ഹെൻറി എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഫാദർ കാതിരി വീണ്ടും എത്തിയിരിക്കുകയാണ്.
ഷെഡിലെത്തി ടൂൾസ് എടുക്കുന്ന ബോയ്ഡിന് മുന്നിലേക്ക് അയാളുടെ വിഷനായി. സ്വന്തം കാര്യസാധ്യത്തിനായി തടയെത്തുന്നവരെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ബോയ്ഡ് നിങ്ങൾ ചെയ്യുന്നതെന്നും വളരെ മോശമെന്നും നിങ്ങൾ അങ്ങനെ ഒരാളാവേണ്ടതായിരുന്നില്ലെന്ന് കുറ്റപ്പെടുത്തുന്ന ഖാദിരിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ബോയ്ഡ് നിങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ട ആളായിരുന്നുവെന്നും നമ്മൾ ഒരുമിച്ച് ഈ പ്രശ്നത്തെ നേരിടേണ്ടതായിരുന്നുവെന്നും നിസ്സഹായത്തിലും വിഷമത്തോടും കൂടി പറഞ്ഞിട്ട് രാത്രി പുറത്തിറങ്ങി കഴുത്തറക്കാൻ നിന്നുകൊടുത്ത് നിങ്ങൾ തന്നെ അളക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് ക്ഷുഭിതനായി നിൽക്കുന്നു. ബോയ്ഡ്, നിങ്ങൾക്കറിയാം ഇതിൽ നിന്നൊരു തിരിച്ചു പോക്കില്ലെന്ന്. താൻ പറഞ്ഞത് ഈ സ്ഥലം നിങ്ങളെ തകർക്കില്ലെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ചെയ്യാൻ ഒരുങ്ങുന്നത് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥലം അതിൽ വിജയിച്ചു എന്നർത്ഥം. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ മരുമകൾ മരിക്കും. അതുതന്നെയാണ് നിങ്ങളുടെ കല്ല് പോലുള്ള കട്ടിയായ മനസ്സിനെപ്പറ്റി ഞാൻ പറഞ്ഞതും. ബോയ്ഡ്, നിങ്ങളിതിനൊരു തീരുമാനം ഇപ്പോൾ എടുക്കണം. കാരണം ഇനി മുതൽ അങ്ങോട്ട് അതാണ് നിങ്ങൾ. മനസ്സിലാ മനസ്സോടെ സ്വയം ശപിച്ചുകൊണ്ട് ബോയ്ഡ് ടൂൾ ബാഗുമായി ഇറങ്ങിപ്പോകുന്നു. ഫാത്തിമ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ചോരൊന്നും തട്ടിത്തെറിപ്പിക്കുകയാണ്. ചോരക്കുപ്പിയെടുത്തൊന്ന് കുടിക്കാനായി തോന്നുമെങ്കിലും എടുത്തരിശത്തോടെ ഭിത്തിയിലേക്ക് ഒരൊറ്റയേറ്. പൊട്ടിച്ചിതറിക്കിടക്കുന്ന കുപ്പിച്ചില്ലുകൾ കണ്ടൊന്നെടുക്കുമ്പോൾ വീണ്ടും ആ വേദന ഉണ്ടാകുന്നു. അബദ്ധമൊന്നും കാണിക്കലേ ഫാത്തിമ. വിക്ടറിന്റെ രഹസ്യ സങ്കേതമായ ട്രക്കിനടുക്കലേക്ക് എത്തുകയാണ് ജിമ്മും ടാബിയും ജെയ്ഡും. കുട്ടി ഇവിടെ പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും കാരണമുണ്ടെന്ന് പറഞ്ഞ് ജെയ്ഡ് തനിക്കും ടാബിക്കും മിറാണ്ടയ്ക്കും ഇടയിലുള്ള ഒരു കോമൺ തിങ് ആ കുട്ടികളെന്ന് പറയുമ്പോൾ ജിം നിങ്ങളും അതുങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ആശ്ചര്യപ്പെടുകയാണ്. കുറെ വലിയ പാറകൾക്ക് മുകളിൽ കുറെ കുട്ടികൾ കിടന്ന് ആങ്കൂയി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നിടത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ ദ്വാരവും അതിലായി വേരുകൾ ചുറ്റിപ്പണഞ്ഞ് ഇടയ്ക്ക് കാണാനുള്ള സിമ്പിളായി കിടന്ന കാര്യം ജെയ്ഡ് പങ്കുവയ്ക്കുന്നത് കേട്ട് അതാണ് അപ്പോൾ ആ മരത്തിന്റെ വേരുകളെന്നും വിക്ടർ മുമ്പ് ബോയ് ഇൻ വൈറ്റ് ക്രിസ്റ്റഫറോട് പറഞ്ഞതായി കേട്ട കാര്യം തന്റെ മുന്നിൽ വെച്ച് ഓർത്തെടുത്തതെ പറ്റി ടാബി പറയുന്നു. കുട്ടികൾ ആ കല്ലുകൾക്ക് മേലെ കിടന്നവരുടെ പ്രതീക്ഷകൾ വേരുകളായി പ്രവഹിച്ചെന്നും അതാണ് ആ സിമ്പിളെന്നും ആ വേരുകളാണ് മരമായതെന്നും. ബോട്ടിൽ ട്രീ ആണോ അത്? ആണെന്ന് തോന്നുന്നു. ജെയ്ഡ് ഇതെല്ലാം കേട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. തന്നെ ഒരു സിമ്പിൾ കാണിച്ച് ഇക്കാലം അത്രയും തലപുകിച്ചതും ഓടിച്ചതും തിരിച്ചറിഞ്ഞുകൊണ്ട്. പാവപ്പെട്ടവൻ ഇതും തിരക്കി വലഞ്ഞതിന് കയ്യും കണക്കുമില്ല. അപ്പോൾ ഈ കുട്ടികൾ അവരൊരു മാജിക് ട്രീ ഉണ്ടാക്കി. എന്നിട്ട് ഈ സിമ്പിള് ഇത്രയും കാലം എന്നെ അലയിച്ചു കൊണ്ടിരുന്ന ജെയ്ഡ് അട്ടഹസിക്കുന്നു, തന്നെ ഇട്ട് വട്ടം കറക്കിയത് ആലോചിച്ച്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി ആങ്കുയി കുട്ടികളോടെന്ന പോലെ, നിനക്കിതൊക്കെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നിനക്കൊക്കെ ഞങ്ങളുടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആങ്കൂയി എന്ന് പറയുന്നത് നിർത്തിയിട്ട് വന്ന് കാര്യം പറയാനും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുവാണെന്നും പറഞ്ഞ് ആകെ കയ്യിൽ നിന്ന് പോയി ജെയ്ഡ് അവിടെ ഇരിക്കുന്നു. ക്ലിനിക്കിന് പുറത്തു നിന്ന് പുള്ളപ്പിടിക്കുന്ന റാൻഡലിന് വീണ്ടും ചീവീടിന്റെ ശബ്ദങ്ങൾ അരോചകമായി മുഖത്തെ പ്ലാസ്റ്ററും വലിച്ചൂരി ആംബുലൻസിനടുക്കലേക്ക് പോകുമ്പോൾ അകത്ത് മരിയൽ ക്രിസ്റ്റിയുടെ കാൽ പരിശോധിക്കുകയാണ്. ഫാത്തിമയെ കണ്ടെത്താൻ തനിക്കും പോകണമെന്ന തീരുമാനമാണ് ക്രിസ്റ്റിക്ക്. അവിടേക്കെന്തോ പരുതി വരുന്ന റാൻഡൽ ആംബുലൻസിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എവിടെയെന്ന് തിരക്കി ചീവീടിന്റെ അലട്ടിൽ താഴെ ക്ലോസറ്റിലെത്തി AED ഡിവൈസ് എടുത്ത് രണ്ടും കൽപ്പിച്ച് തലയിൽ വയ്ക്കുന്നു. ഏറ്റവും അപകടകരമായ പ്രവൃത്തി. മരിയൽ പിന്തുടരുന്നെത്തി ഇത് കാണുന്ന ഉടനെ ഓടിയെത്തി തട്ടിമാറ്റി ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന റാൻഡലിനെ കൂളാക്കാൻ ശ്രമിക്കുമ്പോൾ ബോയ്ഡ് ടൂൾ ബാഗുമായി ഹൗസിലേക്ക് കയറി താഴെ നിൽക്കുന്ന മൂവരോടും ആരും മുകളിലേക്കൊരു കാരണവശാലും വന്നേക്കരുതെന്നും ഇനി സംഭവിക്കാൻ പോകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും തനിക്കായിരിക്കുമെന്നും പറഞ്ഞ് മുകളിലേക്ക് കയറി വരുന്നത് കണ്ട് നമുക്ക് ആ ചെക്കനോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കാമെന്ന് കെന്നി പറയുമ്പോൾ ഇവിടെ കളയുന്ന ഓരോ നിമിഷവും ഫാത്തിമയുടെ ജീവന് വിലപ്പെട്ടതാണെന്ന് താഴേക്ക് പോയി നിൽക്കാൻ പറഞ്ഞിട്ട് മനസ്സൊന്ന് സ്റ്റേബിളാക്കി കതക് തുറന്ന് കയറുന്ന പാടെ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ലെന്നും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ലെന്നും എൽജിൻ പറയുന്നത് കേട്ടുകൊണ്ട് ബോയ്ഡ്, ശരി നിനക്ക് പറ്റുന്നത് നീ ചെയ്, എനിക്ക് കഴിയുന്നത് ഞാനും ചെയ്യും. ഇത്രയും പറഞ്ഞൊരു മേശ എടുത്തിട്ട് അതിനുമേൽ ബാഗ് വെച്ച് അതിൽ നിന്നൊരു ചുറ്റിയിലും എടുത്ത് നോക്കി എൽജിനെ വിരട്ടാൻ മേശമേൽ ചുമ്മാ രണ്ടടി അടിക്കുമ്പോൾ ക്യാമറ വീണ്ടും സ്നാപ്പ് ആവുന്നു. ദേ അത് കണ്ടോ, അതുപോലെയാണ് അവരെനിക്ക് സൂചനകൾ തരുന്നത്. അതിന് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. ആ ഫോട്ടോയിൽ ബോയ്ഡ് കാണുന്നത് മനോഹരമായ ഒരു വീടും മുമ്പിലായ ഒരു തടാകവും. ബോയ്ഡിൻ്റെ വീട്. വീട്ടിലേക്ക് തിരികെ പോകാമെന്നുള്ള പോലെയുള്ള മെസ്സേജ്. കല്ലും മുള്ളും താണ്ടി വിക്ടർ ഹെൻറിയെ ഒരു കാട്ടുപ്രദേശത്ത് കൊണ്ടുവന്ന് നിർത്തി അവിടെയുള്ള താൻ പടം വരച്ചു വെച്ചിട്ടുള്ള ഒരു പാറയിൽ തൊട്ടുകൊണ്ട് ഈ ചിത്രം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വിക്ടർ ഇവിടെയാണ് താൻ അമ്മയെ അടക്കം ചെയ്തത് എന്ന് ഹെൻറിയോട് പറയുന്നു. കിതച്ചുകൊണ്ട് സങ്കടത്തോടെ ആ കല്ലിനടുക്കലേക്ക് വന്നിരിക്കുമ്പോൾ വിക്ടർ തൊട്ടടുത്തായി അതുപോലുള്ള മറ്റൊരു കല്ല് തെളിക്കുന്നു. അത് എലോയ്സ് ആണോ എന്ന് ഹെൻറി വിഷമത്തോടെ ചോദിക്കുമ്പോൾ ആയിരിക്കാമെന്നും പല പല കഷണങ്ങളായിരുന്നു ചിന്നച്ചിതറി കിടന്നതെന്നും വിക്ടർ പറയുന്നത് കേട്ട് ഹെൻറി തകർന്നു പോവുകയാണ്. വിക്ടർ കണ്ണുനീരൊഴുകി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഇതെല്ലാം താൻ കാരണമാണെന്നും ആ ചെക്കൻ ക്രിസ്റ്റഫറോട് പറഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ജീവനോടെ കണ്ടേനെന്നും എലോയ്സും പോവില്ലായിരുന്നുവെന്നും പറഞ്ഞ് ഞാനാണെല്ലാത്തിനും കാരണം, ഞാനും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ തന്നെ താങ്കൾ കരുതിക്കോളൂ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുന്ന വിക്ടറെ പിടിച്ചു നിർത്തി ഹെൻറി ശാസിക്കുന്നു. നീ മേലാലിങ്ങനെ പറഞ്ഞു പോകരുത്, ഞാൻ പറഞ്ഞത് കേട്ടോ, നീ ഇനി ഒരിക്കലും. വിക്ടർ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടൊന്ന് നിർത്തിയിട്ട് വീണ്ടും, ഞാൻ നിന്റെ അച്ഛനാണ്, അതെപ്പോഴേലും അങ്ങനെ തന്നെ. നിന്റെ അമ്മ, അവൾ നിന്നെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്, ഇനി ഞാനും അങ്ങനെ തന്നെ ചെയ്യും, അതെൻ്റെ കർത്തവ്യമാണ്, മനസ്സിലായോ, എൻ്റെ ജോലി. ഹെൻറി വിക്ടറെ ചേർത്ത് പിടിക്കുന്നു.
മരം ഉണ്ടാവാൻ കാരണം ആ കുട്ടികളാണെങ്കിൽ അതിൽ തൂക്കിയിട്ടുള്ള ബോട്ടിലെ നമ്പറുകൾക്കും എന്തെങ്കിലും കാരണം കാണുമെന്ന് വിക്ടറുടെ ട്രക്കിലിരുന്ന് ജെയ്ഡ് ചിന്തിച്ചു കൂട്ടുമ്പോൾ ജിം അതിനെ കൊച്ചായി കാണുന്നതുകൊണ്ട് അതിൽ കാര്യമുണ്ടെന്നും മിറാണ്ട ആ മരത്തിന്റെ ഒരു പകർപ്പ് വരെ അവരുടെ വീടിനടുത്ത് നിർമ്മിച്ചിട്ടുണ്ടെന്ന് ടാബി പറയുമ്പോൾ ജിം ആ നമ്പറുകളെക്കുറിച്ച് ചോദിച്ചറിയുന്നു. മൊത്തം 10 നമ്പറുകളെന്നല്ലേ പറഞ്ഞത്? 2 അക്കങ്ങൾ നേരെ തിരിച്ചും, അപ്പോൾ 12. നോക്ക് ജിം, ഞാൻ കുറേ ശ്രമിച്ചു. എല്ലാ കണക്കുകളിലും ജ്യോതിഷപരമായും വർഷത്തിലെ മാസങ്ങളായും നക്ഷത്ര കണക്കായെന്നും വേണ്ട എല്ലാം വെച്ച് ഞാൻ കണക്കൂട്ടി ചാലുവാക്കാൻ ശ്രമിച്ചതാണ്. അതിലൊന്നും ഒന്നുമില്ല, ഞാൻ നോക്കിയതാണ്. ഒരു സ്കെയിലിൽ 12 നോട്ട്സ് അല്ലേ വരുന്നത്? ജെയ്ഡ് ഒന്ന് സ്റ്റക്കാവുന്നു. എന്താ നിങ്ങൾ പറഞ്ഞേ? മ്യൂസിക്. എൻ്റെ അമ്മ ഒരു പിയാനോ ടീച്ചറായിരുന്നു. സംഗീതം ഒരു പ്രപഞ്ച ഭാഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 നോട്ട്സ് തന്നെയല്ലേ ഒരു സ്കെയിൽ വരുന്നത്? Like a universal language. And you taught Kenny. ജെയ്ഡ് നേരെ വന്ന് സന്തോഷത്തോടെ പിടിച്ചുകൊണ്ട്, ടീ കപ്പ്, നിങ്ങളൊരു കൊല മാസാണ്. ആ നമ്പറുകളെല്ലാം മറ്റൊന്നുമല്ല, മ്യൂസിക് നോട്ട്സ് ആയിരുന്നുവെന്ന് മൂവരും തിരിച്ചറിയുകയാണ്. ഒരു വയലിൻ വായിക്കുന്ന ആളായിരുന്നിട്ട് കൂടി ഇത് മനസ്സിലാക്കാതെ ഇത്രയും നാൾ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്ന ജെയ്ഡ്. കഷ്ടം. ജിമ്മിനോട് വീടിന്റെ ബേസ്മെന്റിൽ താൻ എടുക്കാതിരിക്കാനായി വിക്ടർ സൂക്ഷിച്ചിട്ടുള്ള വയലിനെടുത്തുകൊണ്ട് ബാറിലേക്ക് വരാനായി പറഞ്ഞ് ജെയ്ഡ് തന്റെ പരീക്ഷണശാലയായ ബാറിലേക്ക് ടാബീത്തയുമായി പായുമ്പോൾ റാണ്ടലിനെ ശാന്തനാക്കാൻ തൽക്കാലത്തേക്ക് മയക്കി കിടത്തി ക്രിസ്റ്റി മറിയലിനടുക്കലേക്ക് എത്തി താൻ ഇത്രയും നാൾ നിന്നോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പെരുമാറിയിട്ടുള്ളതെന്നും അന്നത്തെ ആ സംഭവത്തിന് ശേഷം ജൂലി ആകെ പ്രശ്നത്തിൽ. റാണ്ടലിനും കുറെ അലട്ടൽ. എന്നിട്ട് നീ ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ പോലെ ഇരിക്കുന്നു. സത്യം പറ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം നീ ശരിക്കും ഓക്കെയാണോ? മരിയൽ ക്രിസ്റ്റിയെ കുറച്ചു നേരം നോക്കി നിന്നിട്ട്, അല്ല, ഇവിടെയുള്ളവരാരും ഓക്കെ ആകാനും പോണില്ല. മുൻപ് റാണ്ടൽ ജിമ്മിനോട് പറഞ്ഞ അതേപോലത്തെ വാക്കുകൾ. ബോയ്ഡ് ബാഗിൽ നിന്നും കത്തിയും പ്ലെയറും ചുറ്റിലുമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് എൽജിനെ കസേരയിലിരുത്തി റോപ്പ് വെച്ച് കിട്ടുമ്പോൾ ഫോട്ടോയിൽ എന്താ കണ്ടേന്ന് എൽജിനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കത് അറിയണമല്ലേ? അതാണ് എൻ്റെ വീട്. ഞാനും എൻ്റെ ഭാര്യയും റിട്ടയർ ആയപ്പോൾ വാങ്ങിയ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നടാ വണ്ടിക്ക് മുന്നിൽ ആ മരം വന്ന് പെട്ടത്. ആ ഫോട്ടോ വന്നതിനർത്ഥം നമ്മൾ ഉടൻ വീട്ടിലെത്തുമെന്നും കുറച്ചു നേരം ക്ഷമിക്കുക എന്നതുമാണെന്ന് എൽജിൻ പറയുന്നത് വകവയ്ക്കാതെ മേശ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടിട്ട് ബോയ്ഡ്, നീ എൻ്റെ കുടുംബത്തിലെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ തടവിലാക്കി വെച്ചിരിക്കുന്നു. എവിടെയാണെന്ന് പറ. നൂന്നു നിൽക്കുമ്പോൾ ഖാദിരി അവിടെ ഒരുമാതിരി ഒരു നോട്ടം നോക്കി നിൽക്കുന്നു. ഇതുകൊണ്ട് നേരെ എൽജിൻ്റെ കൈ പിടിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു വട്ടം കൂടി ചോദിക്കുന്നു, എവിടെയാ ഫാത്തിമ? എനിക്ക് പറയാൻ കഴിയില്ല. ചുറ്റിയിലെടുത്ത് കായലൊരൊറ്റയടി. താഴെ എൽജിന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും വിഷമിക്കുമ്പോൾ അക്കോസ്റ്റോ അവിടേക്ക് എത്തുന്നു. ഫാത്തിമയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട്. മുകളിൽ കരച്ചിൽ കേട്ട് അവിടെ എന്താ നടക്കുന്നത് മുകളിലേക്ക് കയറുമ്പോൾ കെന്നി, നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഡാനി എന്ന് പറയുന്നു. അക്കോസ്റ്റോയെ കെന്നി ഡാനി എന്ന് വിളിക്കുന്നത് എന്താണ് സംഭവം? അവർ പരസ്പരം അടുത്തപ്പോൾ പങ്കുവച്ചതാകണം. അങ്ങനെ ഡാനി അക്കോസ്റ്റ കെന്നിയുടെ വാക്കു കേൾക്കാതെ നേരെ മുറിയിൽ ചെന്ന് നിങ്ങളെന്ത് ഭ്രാന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമെങ്കിലും ബോയ്ഡ് അതിലും ഭ്രാന്ത് പിടിച്ച് പുറത്തു പോയി നിൽക്കാൻ പറയുന്നു. എല്ലാവരും താഴേക്ക് പോകുന്നു പറഞ്ഞ് ബോയ്ഡും പിറകെ പോകുന്നു. ടാബീത്തെ ഇരുത്തി ജെയ്ഡ് ആ നമ്പറുകളൊക്കെയും ഒരു മ്യൂസിക്കൽ നോട്ട്സായി അറേഞ്ച് ചെയ്ത് അതിനൊരു താളം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് ഇതുവരെ അറിയാത്തതാണെങ്കിൽ കൂടി ആ സംഗീതം ജെയ്ഡിന്റെ മനസ്സിൽ കേൾക്കുന്നത് പോലെ. ഇതേസമയം വയലിനുമായി എത്തുന്ന ജിം ഇക്കാര്യം അറിഞ്ഞ് മ്യൂസിക് തന്നെ നിന്റെ തലയിൽ കേൾക്കുന്ന പോലെ തോന്നുന്നെങ്കിൽ ദുരൂഹതയുണ്ടെന്നും പറയുമ്പോൾ ഒരു സംഗീതം എങ്ങനെ ഒരാളെ വ്രണപ്പെടുത്തുമെന്ന് ജെയ്ഡിന്റെ ചോദ്യം. ബോയ്ഡിന് മുന്നിൽ പലതവണ പ്രത്യക്ഷപ്പെട്ട മ്യൂസിക് ബോക്സ് വഴിയെത്തിയ മരണങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതും ഇടയ്ക്കിടയ്ക്ക് ഓണാവാറുള്ള ഡൈനറിലെ ജൂക്ക് ബോക്സിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇത് തള്ളിക്കളയാനാകില്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ടൗണിലുള്ളവർക്കത് ബാധിക്കാതിരിക്കാൻ ദൂരെ എവിടെയെങ്കിലും പോകാമെന്നും ഈ നോട്ട്സ് എല്ലാം ഉണ്ടായിരുന്ന മരത്തിനടുത്ത് തന്നെ പോയി വായിക്കാമെന്നും ടാബീത്ത് ശാന്തമായി ഇരുവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നു. കയ്യിൽ ഒരു കുപ്പിച്ചില്ലുമായി നിൽക്കുകയാണ് ഫാത്തിമ. കയ്യബദ്ധമൊന്നും കാണിക്കില്ലേ മോളെ, താങ്ങാനുള്ള ശേഷിയില്ല. പെയ്യെ അതുകൊണ്ട് വയറ്റിൽ വെച്ച് പൊറിക്കുമ്പോൾ നിർത്ത് എന്ന് കിമോണ മാലാഖ അവിടെ എത്തുന്നു. കുപ്പിച്ചില്ലിരിക്കുന്ന കൈ പിടിച്ച് ഫാത്തിമയുടെ കഴുത്തിനടുപ്പിച്ചുകൊണ്ട് അത് വരുന്നു എന്ന് പറയുന്നതും ഫാത്തിമയുടെ പ്രസവത്തിന് തുടക്കമാകുന്നു. ജൂലിക്കൊപ്പം ഡൈനറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈദന് ടിയാൻചന്റെ ചിന്തകളാണ്. തനിക്ക് ടിയാൻചിനെയും അവരുടെ രൂപത്തെയും ഒന്നും ഒരിക്കലും മറക്കേണ്ട എന്ന ആഗ്രഹം പറയുന്നത് കേട്ട് എന്താ കാര്യമെന്ന് തിരക്കുമ്പോൾ താൻ തോമസിനെ മറന്നു തുടങ്ങിയതായി പറയുന്നു. ജൂലി ഇത് കേട്ട് അന്ന് റൂയിൻസിൽ നിന്നപ്പോൾ നടന്ന സംഭവങ്ങൾ ഇതിനോട് പറയുന്നു. ഒരു തടവറയ്ക്കുള്ളിൽ എത്തിപ്പെട്ടതും അവിടെ താനും റാണ്ടലും മരിയലും തടവിലാക്കപ്പെട്ട് കരയുന്നതായി കണ്ടു. അന്ന് കണ്ണ് വെള്ളയായി എഴുന്നേൽക്കാൻ പറ്റാതിരുന്നപ്പോൾ അവിടെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു ടണലിലേക്ക് പോയി. അവിടെ വിക്ടറും മമ്മിയും സംസാരിക്കുന്നത് കേട്ടു. അന്ന് വീടിടിഞ്ഞു വീണ ആ ദിവസം വിക്ടറാണ് ടണലിന് പുറത്തേക്കുള്ള വഴി മമ്മിയോട് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ആ സമയമായിരുന്നു അത്. എങ്ങനെയോ ഞാൻ അവിടെ ഉള്ളതായി തോന്നി. ലൈക്ക് ആ രാത്രിയിലേക്ക് ഞാൻ വീണ്ടും എത്തപ്പെട്ട പോലെ. ഇത് കേട്ട് ഈദൻ നീ ഒരു സ്റ്റോറി വാക്കറാണെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് തിരക്കുന്ന ജൂലിയോട്. ഒരു കഥയിൽ നടന്നു കഴിഞ്ഞ ഒരു അധ്യായത്തിലേക്ക് വീണ്ടും കിടക്കാൻ കഴിയുന്ന ഒരാളെയാണ് അങ്ങനെ പറയുന്നത്. എന്താ? അപ്പോൾ ഞാൻ ആ റൂയിൻസിലേക്ക് വീണ്ടും കിടന്നാൽ എനിക്ക് വീണ്ടും അങ്ങനെ പോകാൻ കഴിയുമോ? മേ ബി. എന്തു പറ്റി?
ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ തനിക്ക് നടന്ന സംഭവങ്ങളെ തിരുത്താൻ സാധിക്കുമെന്നും ടിയാൻ ചെന്നെ ജീവനോട് തിരികെ എത്തിക്കാനും കഴിയുമായിരിക്കുമെന്നും ജൂലി കോൺഫിഡന്റ് ആകുമ്പോൾ അങ്ങനെ പറ്റില്ലെന്നും ആ അധ്യായങ്ങളിലേക്ക് കടക്കാം, പക്ഷെ ഒന്നും മാറ്റാൻ പറ്റില്ലെന്നും ഈതൻ ആ കോൺഫിഡൻസിനെ മുളയിലേ നുള്ളുന്നു. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞ കഥ ആർക്കും മാറ്റം വരുത്താൻ കഴിയില്ല. ഡോണയ്ക്കും എല്ലിസിനും കെന്നിക്കും നടുവിൽ നിന്ന് അക്കോസ്റ്റയും ബോയ്ഡും ചെക്കനെ ടോർച്ചർ ചെയ്തിട്ടല്ല കാണാണ്ടായ ഒരാളെ കണ്ടുപിടിക്കേണ്ടതെന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായി മാറി നിൽക്കുന്ന സേറ ഇതെല്ലാം കേട്ട് മുകളിലെ മുറിയിലേക്ക് എൽജിനടുത്തേക്ക് പോകുന്നു. മുറിവിന്റെ വേദനയുമായി കരയുന്ന എൽജിനടുക്കിലേക്ക് വന്ന് ഒരു കസേര എടുത്തിട്ടിരുന്ന സാറ അന്നാദ്യമായി ചർച്ചിൽ വെച്ച് കണ്ടപ്പോൾ എൽജിനോട് വളരെ അലിവ് തോന്നിയെന്നും ഒരിക്കൽ താനും അങ്ങനെയായിരുന്നുവെന്നും പറഞ്ഞ് ചുറ്റും കണ്ണോടിക്കുന്നു. ഒരു സ്ക്രൂ ഡ്രൈവർ കണ്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് ബോയ്ഡ് അയാളൊരു നല്ല മനുഷ്യനാണെന്നും അയാൾക്കറിയില്ല സത്യം കണ്ടെത്താൻ ഏതറ്റം വരെ പോകണമെന്നുള്ളത്. ഈ സ്ഥലം അയാളിൽ നിന്ന് കുറേ നല്ലതിനെടുത്തു. ഇനി അയാളുടെ ആത്മാവിനെ കൂടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം എൻ്റേത് ഈ സ്ഥലം എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു. താഴെ ഇതാണോ നിങ്ങൾ ബോയ്ഡിനെ വിശ്വസിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ഡോണയോട് പുച്ഛിച്ചുകൊണ്ടും താൻ ഈ ചെയ്യുന്നത് പുറത്തെല്ലാവരോടും പോയി പറയാൻ പോവുകയാണെന്നും അക്കോസ്റ്റ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ എൽജിന്റെ പ്രാണരക്ഷയ്ക്കായുള്ള കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ എൽജിന്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചോര ഒലിക്കുന്ന നിലയിൽ ചോരക്കറ പറ്റി തിരിയുന്ന സേറ നീ എന്തായി? അവൾ റൂട്ട് സെല്ലാറിലുണ്ട്. എൽജിൻ നിക് ഫ്യൂരി ആകാൻ ഒരുങ്ങുമ്പോൾ കാട്ടിൽ സംഗീത കച്ചേരിക്ക് തയ്യാറായി നിൽക്കുകയാണ് ജെയ്ഡും സംഘവും ബോട്ടിൽ ട്രീക്കടുത്തായി. ആർക്കേലും എതിരഭിപ്രായമുണ്ടെങ്കിൽ തുടങ്ങും മുമ്പേ പറഞ്ഞു. ടാബീത്ത സോ എക്സൈറ്റഡ്. വയലിനിൽ ആ ഈണം വായിച്ചു തുടങ്ങി. ചുറ്റുമൊക്കെ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ എല്ലിസും ബോയ്ഡും കെന്നിയും ഫാത്തിമയെ തേടി പിടിക്കാൻ ലെവറയിലേക്ക് ഓടുന്നു. കിമോണോ ലേഡി ഇതേ സമയം ഫാത്തിമയുടെ പേരെടുക്കുമ്പോൾ ആ രഹസ്യ അണ്ടർഗ്രൗണ്ട് കവാടം താനെ തുറന്നു വരുന്നു. വയലിൻ വായന തുടർന്നുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങളൊന്നും പ്രത്യക്ഷമല്ല. മൂവരും നിലവറയിലെത്തുമ്പോൾ ഉള്ളിൽ ഫാത്തിമയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് വെപ്രാളപ്പെട്ടെത്തുമ്പോൾ ഫാത്തിമ പ്രസവിച്ചിരിക്കുന്നു. ഒരു മാംസപിണ്ഡം. കിമോണോ സ്ത്രീ അതെടുത്ത് ആ തുറന്ന അണ്ടർഗ്രൗണ്ടിന് താഴേക്ക് പോകുന്നതും മൂവരും കതക് തുറന്ന് അവിടെ എത്തുന്നു. ഫാത്തിമയുടെ ആ കിടപ്പ് കണ്ടടുത്തേക്ക് എത്തുമ്പോൾ അവർ തന്റെ വയറ്റിലുണ്ടായിരുന്ന സാധനത്തെ ഇതുവഴിയെ കൊണ്ടുപോയെന്ന് പറയുന്നത് കേട്ട് കെന്നിയും എല്ലിസും ഫാത്തിമയെ കോളനി ഹൗസിലേക്ക് എത്തിക്കുന്നത് നിർദ്ദേശിച്ച് താൻ താഴേക്ക് പോയി എന്താണെന്ന് നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു വിളക്കെടുത്ത് താഴേക്ക് ഇറങ്ങുന്നു. പോകരുതെന്ന് ഇരുവരും പറയുന്നത് വകവയ്ക്കാതെ. അതാ ആങ്കുയി കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ എവിടെ? ജിമ്മിന് ദൃശ്യമല്ല. വിദൂരത്തിൽ കാക്ക ചിലയ്ക്കുമ്പോൾ ജെയ്ഡും ടാബീത്തയും കുട്ടികൾ ചുറ്റും വന്നു നിൽക്കുന്നതുകൊണ്ട് വീണ്ടും വായന തുടരുമ്പോൾ അതിൽ നിന്നൊരു കുട്ടി മാത്രം അടുത്തേക്ക് വരുന്നു. ബോയ്ഡ് പോകുന്നത് ടണലിലൂടെയാണ്. പതിയെ തോക്കും വിളക്കുമായി നടക്കുമ്പോൾ ഒരു വളവിനപ്പുറത്തായി നേർത്ത പ്രകാശം. എല്ലിസ്, ഞാൻ കണ്ടു അവരെന്താ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടു. ഫാത്തിമ തന്നെ പിടിച്ചിരിക്കുന്ന എല്ലിസിനോട് പറയുന്നു. രാത്രി വരുന്ന ആ ജീവികൾ അവർ അവരുടെ കുട്ടികളെ ബലിദാനം ചെയ്തു. കാരണം അങ്ങനെ ചെയ്താൽ അതുങ്ങൾക്ക് മരണമില്ലാതെ ജീവിക്കാമെന്ന് അത് വാക്കു നൽകി. ഒരു ചടങ്ങ് പോലെ മോൺസ്റ്റേഴ്സ് വിളക്കിന്റെ പ്രകാശത്തിൽ കൂട്ടം കൂടി നിൽക്കുന്നതിന് നടുവിലേക്ക് കിമോണോ ലേഡി ആ മാംസപിണ്ഡം കൊണ്ടുവയ്ക്കുന്നു. അതിൻ്റെ ചലനം കണ്ട എല്ലാ സത്വങ്ങളും സന്തോഷിക്കുമ്പോൾ ആ മാംസപിണ്ഡം പെതിയെ വലുതായി വരുന്നു. ബോയ്ഡ് അവിടെ എത്തി മറഞ്ഞു നിന്ന് വീക്ഷിക്കുമ്പോൾ അതൊരു വലിയ മനുഷ്യനായി മാറുന്നു. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തിരിയുന്നു. സ്മൈലിയുടെ പുനർജനനം. ഫാത്തിമ പറഞ്ഞ പോലെ മരണമില്ലാത്ത ജന്മങ്ങൾ. ആ പെൺകുട്ടി ടബീത്തയുടെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിരിക്കുന്നത് കണ്ട് ജെയ്ഡ് വയലിൻ വായന നിർത്തുന്നു. ഇരുവരുടെയും മുഖഭാവത്തിലൂടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ജിം ശ്രമിക്കുമ്പോൾ ആ കുട്ടി ടാബിയെ നോക്കി പറയുകയാണ്, ആങ്കുയി. ജെയ്ഡ് ഇത് കേട്ടൊന്ന് അതിശയത്തോടെ നോക്കുമ്പോൾ ടാബിയിൽ നിസ്സഹായതയുടെ സങ്കടം ജനിക്കുന്നു. റിമെമ്പർ. എന്താ അത്? ആങ്കുയി. അതിനർത്ഥം ഓർക്കുക. ജെയ്ഡ് തുടരുന്നു. നമ്മളവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. കാരണം അതിലൊന്ന് നോ 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 എനിക്ക് പറ്റില്ല. ടാബീത്ത ടെൻസ്ഡായി നടന്നു പോകുന്നത് കണ്ട് ഒന്നും പിടികിട്ടാതെ ജിം എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ജെയ്ഡ് വളരെ സങ്കടത്തോടെ ഞങ്ങൾ അവർക്ക് താരാട്ടുപാട്ടുകൾ പാടി നൽകുമായിരുന്നു എന്ന് പറയുമ്പോൾ ജിം ഒന്നും മനസ്സിലാവാതെ ടാബീത്തയെ പോയി വിളിച്ചു നിർത്തി കാര്യം പറയാൻ ചൂടാവുമ്പോൾ ടാബി താൻ ഈ കുട്ടികളെ കാണുന്നതിനും ജെയ്ഡ് ഈ കുട്ടികളെ കാണുന്നതിനും കാരണം എന്താണെന്ന് മനസ്സിലായെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ബ്രേസ്ലെറ്റ് കണ്ടത്. ഉള്ളിലെവിടെയോ എന്നിൽ ആ ഓർമ്മ തങ്ങി നിൽപ്പുണ്ട് ജിം. ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ജിം വീണ്ടും ടാബീത്തയെ പിടിച്ചുകൊണ്ട് എനിക്ക് നീ പറയുന്ന ഒരു കുന്തവും മനസ്സിലാകുന്നില്ലെന്നും വ്യക്തമായി പറയാനും രോഷം പിടിക്കുമ്പോൾ ടാബീത്ത ജിമ്മിനെ പിടിച്ച് വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം കാരണം ഞങ്ങളിവിടെ മുമ്പുണ്ടായിരുന്നു, ഞാനും ജെയ്ഡും. മിറാണ്ടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നിയതിന് കാരണം ഞാനായിരുന്നു മിറാണ്ട. ജിമ്മിൻ്റെ കണ്ണിൽ നിസ്സഹായതയും നിരാശയും. ജെയ്ഡ് ക്രിസ്റ്റഫറുമായിരുന്നു. ഞങ്ങളിവിടെ വീണ്ടും വീണ്ടും എത്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. കാരണം ഞങ്ങൾ ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന്. അന്തിച്ചു നിൽക്കുന്ന ജിമ്മിനോട് ജെയ്ഡും താനും ഈ സ്ഥലത്തിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടികളെ രക്ഷിച്ചവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചെന്നും അതിന് കാരണം അതിലെ ഒരു കുട്ടി
തങ്ങളുടെ മകളായിരുന്നുവെന്നും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ടാബി പറയുമ്പോൾ ഇതൊന്നും സത്യമല്ലെന്ന് ജിം വിസമ്മതിക്കുമ്പോൾ തനിക്ക് കുറച്ച് സമയം തരാൻ ചോദിച്ച് ടാബി നടന്നകലുന്നു. ടാബി പറഞ്ഞത് വെച്ച് മനസ്സിലാക്കാവുന്നത് ക്രിസ്റ്റഫറുടെ പുനർജന്മമാണ് ജെയ്ഡും മിറാണ്ടയുടെ പുനർജന്മം ടാബീത്തയും. ക്രിസ്റ്റഫറിലും മിറാണ്ടയിലും ജനിച്ച ഒരു കുട്ടി ആങ്കുയി കുട്ടികളിലൊന്ന്. ടാബീത്ത ആകെ തകർന്നുകൊണ്ട് എവിടെയെങ്കിലും പോയി നിന്നൊന്ന് പൊട്ടിക്കരഞ്ഞാൽ മതി എന്ന രീതിയിൽ പോകുമ്പോൾ പാവം ജിമ്മിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മനോവേദനയും വിഷാദവും. ജിം തളർന്ന മനസ്സോടെ കാട്ടിലൂടെ നടക്കുന്നു. അന്ന് താൻ വണ്ടിയിൽ ടാബീത്തയുടെ പറഞ്ഞ തമാശ വാക്കുകൾ ആലോചിച്ചുകൊണ്ട്. ചില സമയങ്ങളിലൊക്കെ ഞാൻ ഓർക്കും ജീവിതം ഇങ്ങനെ അല്ലാതിരുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച്, അന്നതെങ്ങനെയായിരുന്നുവെന്ന്. ജിം മെല്ലെ തൻ്റെ ആർവിയുടെ അടുക്കൽ വന്നിരുന്ന് ഒന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്നൊരു വിളി വെപ്രാളത്തോടെ, ഡാഡ്, കേൾക്കാമോ? അത് ജൂലിയുടെ സ്വരമാണ്. ജൂലി ഓടി വരുന്നത് കണ്ട് ജിം താൻ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയുന്നത് കണ്ട് അവിടേക്ക് ഓടി കിതച്ചു വരുന്നു. മുടിയിലൊക്കെ ഒരു മാറ്റം. കുറച്ചു മുമ്പ് ഇതിനു മൊത്ത് ഡൈനറിലിരുന്ന ജൂലിയിൽ നിന്നും ചില മാറ്റങ്ങൾ പ്രത്യക്ഷം. മുഖത്തെ അള്ളിയ മുറിപ്പാട് കണ്ട് എന്ത് സംഭവിച്ചെന്ന് ജിം ചോദിക്കുന്നത് നോക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നും സേഫ് അല്ലെന്നും ഇവിടെ വെച്ചാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ധൃതി വയ്ക്കുന്ന ജൂലിയെ ജിം ശാന്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് ഈ കഥയിൽ മാറ്റം വരുത്തണമെന്നും ജൂലി കേഴുന്നു. കുറച്ചു മുമ്പ് ഈതൻ നടക്കില്ലെന്നും ജൂലിയോട് പറഞ്ഞ അതേ കാര്യം. ഗംഭീരമായൊരു സംഗീതം അത്. അവിടെ അതാ മാൻ ഇൻ യെല്ലോ അയാളൊടുവിൽ എത്തിയിരിക്കുന്നു. ഇത്രയും നാൾ നിഗൂഢമായിരുന്ന ആ മനുഷ്യൻ. അല്ല, അങ്ങനെ പറയാറായിട്ടില്ല. പക്ഷേ പകൽ വെളിച്ചത്തിലാണ് താനും. ആ ജെയ്ഡ്, അവന് നല്ലവണ്ണം വായിക്കാനറിയുമെന്ന് പറഞ്ഞാൽ നടന്നെടുക്കുന്നു. കിതയ്ക്കുന്ന ജൂലിയെ ഇവിടെ ഓടിപ്പോകുമെന്ന് പറഞ്ഞ് പിറകിലേക്ക് തെള്ളിവിടുന്നെങ്കിലും ജൂലി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞെടുക്കുന്ന അയാളോട് മാറി നിൽക്കുന്ന പറഞ്ഞിട്ടും അടുക്കുന്നത് കണ്ട് താഴെ കിടക്കുന്ന വിറകെടുത്ത് അടിക്കാൻ മുതിരുമ്പോൾ ഞാൻ നിനക്ക് താക്കീത് നൽകിയതായിരുന്നില്ലേ എന്നും പറഞ്ഞ് ജിമ്മിന്റെ കഴുത്തിൽ പിടിച്ച് വണ്ടിയോട് ചേർത്ത് നിർത്തുമ്പോൾ ജൂലി ഓടി വന്ന് തടയാൻ ശ്രമിക്കുന്നെങ്കിലും അയാൾ അവളെ തള്ളി വീഴ്ത്തിയ ശേഷം ജിമ്മിനെ ഭീകരമായൊരു നോട്ടം. നിന്റെ പെണ്ണമ്പുള്ള ആ കുഴി കുഴിക്കരുതായിരുന്നു ജിം. ഇത് പറഞ്ഞു കഴിയുന്നതും ജിമ്മിന്റെ കഴുത്ത് ചീന്തി പൊളിക്കുന്നു. സീസൺ തീരുമ്പോൾ പല കാര്യങ്ങൾ പുറത്തു വന്നതിന്റെ സന്തോഷത്തേക്കാൾ ജിമ്മിന്റെ വിയോഗം ഏറെ സങ്കടകരം. ജിം മരണപ്പെടുന്നതാകട്ടെ തന്റെ മനസ്സ് അങ്ങേയറ്റം വ്രണപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തും. ഫിനാലെ കണ്ടവർ മുമ്പിറങ്ങിയ ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതും പറയാതെ പറഞ്ഞതുമായ ചില ഹിഡൻ ഹിൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ലെറ്റ് സീ യുവർ ഷാർപ്നെസ്. അതേപോലെ തന്നെ വീഡിയോയുടെ 5 മിനിറ്റ് 50 സെക്കൻഡ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു കൊച്ചു സർപ്രൈസ് മുടിഞ്ഞിരിപ്പുണ്ട്. ടൗണിലേക്ക് ഇതാ പുതിയൊരു ആശങ്ക കൂടി. പകൽ വെളിച്ചത്തിലും എത്തുന്ന രാക്ഷസൻ. ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ നിന്നും എത്തിയ ജൂലി തൻ്റെ അച്ഛനെ രക്ഷിക്കാനെന്ന ഒരേ ഒരു ഉദ്ദേശത്തോടെ. എന്നാൽ ഈതൻ പറഞ്ഞ പോലെ ആ കഥ മാറിയില്ല. ക്യൗ സെറ സെറ.